ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഇന്ന് ഗാരേജിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ വാഷിങ്ങിലൊരു വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി. അപ്പോൾ അത് എടുക്കണം അവിടെ നിന്ന്. അതേപോലെ തന്നെ ഗാരേജിൽ കുറച്ച് ഇപ്പോൾ ഒരു വണ്ടി ബൂത്തിൽ കയറിയിട്ടുണ്ട്. അവൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഇത്രയും മോശം കണ്ടീഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് വണ്ടി ബൂത്തിൽ കയറിയിട്ടുണ്ട്. അതേപോലെ ഹോണ്ട സിറ്റി, നമ്മുടെ പഴയ മോഡൽ ഹോണ്ട സിറ്റി പെയിൻറ്റിങ്ങിന് കയറ്റാൻ വേണ്ടി റെഡിയാക്കി കൊണ്ടിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഗാരേജിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് വാഷിങ്ങിലുള്ള വണ്ടി നിങ്ങൾ ആദ്യം കാണിച്ചു തരാം. അത് കൺവേർഷൻ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി നിൽക്കുകയാണ്, റബ്ബിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വാറ്റ് സപ്ലൈ ചെയ്യാനുള്ളൂ. അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കൂടെ ടോമുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഗാരേജിൽ എത്തിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വാഷിങ് കഴിഞ്ഞിട്ട് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയത്തായിരുന്നു വണ്ടി കിടന്നിരുന്നത്. ഇനി നമ്മൾക്ക് ഇപ്പോൾ വാറ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് തുടച്ചുള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ ഒന്നുകൂടി വാഷ് ചെയ്ത് ക്ലിയർ ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടി 2007 വണ്ടി കേട്ടോ. അതെ, 2007 ശേഷം വണ്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു സെയിം കളർ വണ്ടി തന്നെയായിരുന്നു. അപ്പോൾ ഈ സെയിം കളർ തന്നെയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് കൊടുത്തു, നോർമൽ ഫോഗ് ലാമ്പ്, നമ്മൾ ടൈപ്പ് 4 തന്നെ ഫോഗ് ലാമ്പ് കൊടുത്തു. മിററും കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടില്ല, കസ്റ്റമറൊന്നും പറഞ്ഞിട്ടില്ല. ഡോർ ഹാൻഡിലുകളിലെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ക്രോം തന്നെയായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു. അലോയ് കാര്യങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വണ്ടി അലോയ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു മോശം കണ്ടീഷനായിരുന്നു. മാക്സിമം നമ്മൾ ക്ലിയർ ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നറിൽ കാലിബർ നമ്മൾ ബ്ലാക്ക് കളർ അടിച്ചിട്ടുണ്ട്. ബാക്കിലേക്ക് വരണമെങ്കിൽ ബാക്ക് LED ടൈലൈറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. സ്പോയിലറും കാര്യങ്ങളൊക്കെ പഴയ സ്പോയിലർ തന്നെ സെറ്റ് ചെയ്തതാണ്. നമ്മുടെ റിഫ്ലക്ടർ LED റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫിനിഷിങ് ബാക്കിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ നാപ്പ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലുക്കിലേക്കാക്കി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ സീറ്റ് വർക്കും കാര്യങ്ങളും ഫ്ലോർ മാറ്റ് പഴയ ഫ്ലോർ മാറ്റാണ് യൂസ് ചെയ്തതാണ്. ഗീർനോബും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എയർ ബാഗ് ഫിറ്റ് ചെയ്യാൻ ബാക്കിയാണ് കേട്ടോ. അതാണ് അങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചാണ്. സ്റ്റീറിങ് അയച്ചിരുന്നു സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ വണ്ടിയുടെ കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾക്ക് അടുത്ത വണ്ടികളിലേക്കൊക്കെ പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു വണ്ടി ഇതേ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വണ്ടിയാണ്, റെസ്റ്റൻ്റ് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നോർമലായിട്ട് ബോഡി ഫില്ലർ ഇപ്പോൾ ചില ഇടങ്ങളിൽ ഇപ്പോൾ ഇവിടെ ബീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് ബോഡി ഫില്ലർ അപ്ലൈ ചെയ്യേണ്ടി വന്നു. പിന്നെ അവിടെ ഒരു ചെറിയ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ ബോഡി ഫില്ലറൊക്കെ അപ്ലൈ ചെയ്തിട്ട് നോർമലായിട്ടുള്ളൊരു വണ്ടി. അതെ, ഇതിപ്പോൾ നമ്മളെ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2011 മോഡൽ ഇന്നോവയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഓൾറെഡി നമ്മളുടെ ഈ ഒരു വണ്ടി ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിരുന്നൊരു വണ്ടിയായിരുന്നു. കൺവേർട്ട് ചെയ്തതാണോ അല്ല, ഓൾറെഡി ടൈപ്പ് 3 വണ്ടിയായിരുന്നു. 2012 മോഡൽ വണ്ടിയാണ്. ടൈപ്പ് 3 വണ്ടിയായിരുന്നു. ഇതൊരു വൈറ്റ് കളർ വണ്ടിയായിരുന്നു കേട്ടോ. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വണ്ടിയാണ് ഈ കസ്റ്റമറെ കൊണ്ടുവന്നത്. ഒന്ന് എത്തിയോസ് ലിവയും മറ്റേ ഈ ഒരു ഇന്നോവ. അപ്പോൾ നമ്മുടെ എത്തിയോസ് ലിവ കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ ഒരു ഇന്നോവ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആയി നിൽക്കുന്നു. ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓൾറെഡി. അപ്പോൾ 2012 മോഡലാണെങ്കിൽ ടൈപ്പ് 3 വണ്ടി ആയിരിക്കണം. അതിനെ ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തായിരിക്കണം. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈഡ് സ്കർട്ടിങ് കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു. ഫ്രണ്ട് ബമ്പർ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ബമ്പറുകളും കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിരുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി വൈറ്റ് വണ്ടിയായിരുന്നു. വൈറ്റ് വണ്ടീനെ കസ്റ്റമർ ഇഷ്ടപ്രകാരം സിൽക്കി ഗോൾഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം അതിൻ്റേതായിട്ടുള്ള പാർട്സും കാര്യങ്ങളും. ആകെ നമ്മൾ ബമ്പറും ബാക്ക് ബമ്പറും സൈഡ് സ്കർട്ടും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വണ്ടി റബ്ബിങ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ, ഫൈനലായിട്ടില്ല. അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളും ഫൈനൽ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മളൊരു ഹോണ്ട സിറ്റി, പഴയ മോഡൽ ഹോണ്ട സിറ്റി ഇവിടെ പ്രൈമർ കോട്ട് കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ ഇത് പെയിൻറ്റിങ് ബൂത്തിലേക്ക് ആ വണ്ടി കഴിഞ്ഞ ശേഷം ചെയ്യേണ്ട വണ്ടിയാണ്. നമ്മൾ ബൂത്തിലേക്ക് പോകുമ്പോൾ പ്ലാറ്റ്ഫോം വർക്ക് ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പെയിൻറ്റിങ് ആയിട്ടുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിതിപ്പോൾ വൈറ്റ് കളർ അടിക്കണം. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഫൈനലായിട്ട് ഇതിൻ്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ടിരിക്കുകയാണ് പെയിൻറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷമാണ് മാസ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഗ്ലാസും കാര്യങ്ങൾ റിമൂവ് ചെയ്തിട്ടില്ല, കാരണം അവിടെ ഇഷ്യൂസ് കാണുന്നില്ല. ആകെ പ്ലാറ്റ്ഫോമിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, 4 ഡോറും ഇഷ്യൂ ഉണ്ടായിരുന്നു. ഡോറും കാര്യങ്ങളൊക്കെ പാച്ച് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തു. അതിനുശേഷം അത് ഫുള്ളായിട്ട് പ്രൈമർ, ഇപ്പോൾ ഓയിൽ പ്രൈമർ അടിക്കേണ്ടടുത്ത് ഓയിൽ പ്രൈമർ അടിച്ചു.
അതിനുശേഷം നമ്മൾ ബോഡി ഫുൾ അപ്ലൈ ചെയ്ത് ഇപ്പോൾ 2K പ്രൈമർ അടിച്ചു. അതിനുശേഷം ഇപ്പോൾ 1K ഒന്നുകൂടിയും ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഉറച്ച് കട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആവശ്യമുണ്ടെങ്കിൽ 1K പ്രൈമർ അടിക്കും. അതിനുശേഷം നമ്മൾ പേൾ വൈറ്റാണ് നമ്മൾ അടിക്കാൻ പോണ കളർ കേട്ടോ. അപ്പോൾ പേൾ വൈറ്റ് അടിക്കും കേട്ടോ. നമുക്ക് ഇനിയും ഒരുപാട് വണ്ടികൾ ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആവാനായിട്ട് നിൽക്കുന്നുണ്ട്. ചില വണ്ടികളുടെ പ്ലാറ്റ്ഫോം കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എത്തിയോസിൻ്റെ ഡിക്കി കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിക്കിയുടെ വർക്ക് കഴിഞ്ഞു. പിന്നെ കുറച്ച് സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അതേപോലെ തന്നെ 2 TN രജിസ്ട്രേഷൻ വണ്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡെൻഡിങ് കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് കളർ വണ്ടിയൊക്കെ നോക്കണമെങ്കിൽ ഡെൻഡിങ്ങൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇവിടെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ വണ്ടിയുടെ. ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇപ്പോൾ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മൾ ഈ ഒരു വണ്ടി അടിക്കാനായിട്ട് പോണത്. അപ്പോൾ അവൻ്റെ ഒരു വൈറ്റ് വണ്ടി ഇപ്പോൾ ഓൾറെഡി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ചെയ്യുന്ന വണ്ടിയാണിത്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. അപ്പോൾ കമൻറ്റ് വന്നിരുന്നു എൻ്റെ വണ്ടി ആ വീഡിയോയിൽ കണ്ടില്ലോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഏകദേശം വർക്കിംഗ് പ്രോസസ്സൊക്കെ ആയിട്ടാണ്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോയിലൊക്കെ ആ വണ്ടികൾ കാണിക്കുകയുള്ളൂ. അപ്പോൾ അതിക്ക് മുമ്പ് വീഡിയോസ് ഞാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് ഓരോ വണ്ടികൾ ഇറങ്ങുമ്പോൾ അതിൻ്റേതായ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം എല്ലാ വണ്ടി എടുക്കാൻ പറ്റിയില്ലെങ്കിലും മാക്സിമം എല്ലാ വണ്ടീനും എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോ വാഹനങ്ങളും റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം തന്നെയാണ് റെസ്റ്റിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. റെസ്റ്റിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്യാരേജിൽ നമ്മളൊരു വണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഇതേപോലെ ഇപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ റണ്ണിങ് ബോർഡിൻ്റെ പീസും കാര്യങ്ങളൊക്കെ വെൽഡിങ് ചെയ്ത് അത് ക്ലിയർ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബോഡി ഷേപ്പും കാര്യങ്ങളെല്ലാം പക്ക രീതിയിൽ തന്നെ ക്ലിയർ ആവും. കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു വണ്ടി ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ വണ്ടിയുടെ മെറ്റൽ ബോഡി പാർട്സുകളൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇപ്പം റസ്റ്റ് വരാതിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും ഡെലിവറി ചെയ്യുക, അതായത് കസ്റ്റമേഴ്സിന് കൊടുക്കാം. അപ്പം അങ്ങനെയുള്ള വണ്ടികൾ നമ്മളിപ്പോൾ റെസ്റ്റ്, ഇപ്പോൾ ഡോറിൻ്റെ അടിവശത്ത് റെസ്റ്റ് വന്നു, അതേപോലെ പ്ലാറ്റ്ഫോമിൽ റെസ്റ്റ് വന്നു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യാം, ആ പീസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വേറൊരു പീസ് അവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കും. അപ്പോൾ ഈ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്ന പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഷീറ്റുകളായിരിക്കും. അതേപോലെ വെൽഡിങ് ചെയ്യുന്നത് നമ്മൾ ഒരു ഡോറ് റെസ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇവിടെ പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ വേറെ പീസ് ഇവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു പിടിപ്പിച്ച പീസിന് ഈ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല, അതായത് റെസ്റ്റ് വരാണ്ടിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ഒരു വശങ്ങളിൽ നമ്മൾ ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്യും. അതേപോലെ ഡോർ തുറന്നതിന് ശേഷം ഇന്നറിൽ കാണാവുന്ന വശങ്ങളിൽ നമ്മൾ ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്യും. അപ്പോൾ ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്നാലും നമുക്കിതിന് ഒരു 100% നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഒരു 3 വർഷം കാര്യങ്ങൾ 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ അവിടെ ബബിൾസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ. കാരണം ഞാനൊരു ഗ്യാരേജ് നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏകദേശം എങ്ങനെയുള്ള വർക്കുകളാണ് 100%, എങ്ങനെയുള്ള വർക്കുകളാണ് 90%, എങ്ങനെയുള്ള വർക്കുകളാണ് നമുക്കൊരു 70% പറയാൻ പറ്റുമെന്ന് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കണം. നമ്മളത് വെറുതെ അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാണ്. അപ്പോൾ അങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ അത് വരും എന്നല്ല ഞാൻ പറയുന്നത്, 100% ആയിട്ട് വരും എന്നല്ല പറയുന്നത്, വരാൻ ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ അടിക്കുന്നത് ഓയിൽ പ്രൈമർ പുറത്ത് അടിച്ചു, അതേപോലെ ഇന്നർ വശങ്ങളിൽ നമ്മൾ ടച്ച് ചെയ്യാവുന്ന വശങ്ങളിലാണ് അടിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഇങ്ങനെയുള്ള പാച്ച് വർക്കിൻ്റെ ഇഷ്യൂ ഉള്ള വണ്ടികൾക്ക് വരാട്ടോ. പിന്നെ നമ്മളുടെ ഗ്യാരേജിൽ ഒരു ഫോർച്യൂണർ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു ബ്ലാക്ക് കളർ വണ്ടിയാണ്. ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ ഇത്രയും മോശം കണ്ടീഷനാണ്. ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ സ്ക്രൂ ചെയ്തിട്ടാണ് സെറ്റിങ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് ലെയർ പെയിൻറ്റ് ചെയ്താണ് കാരണം കണ്ട പെയിൻറ്റ് ഒലിഞ്ഞു പോകുന്ന കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെയിൻറ്റ് ഒലിഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. അതേപോലെ പെയിൻറ്റ് ഫെയ്ഡായിട്ടുണ്ട്, ഫെയിലിയർ കൊണ്ടിട്ട് പെയിൻറ്റ് ഒലിഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ ഇവിടെയൊക്കെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഫാൻറ്റം ബ്രൗണാണ് ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞതാണ്, വ്യത്യാസം വരുമോയെന്ന് അറിയില്ല. ഫാൻറ്റം ബ്രൗൺ ഫോർച്യൂണർ എന്ന് പറഞ്ഞ ഫാൻറ്റം ബ്രൗൺ അടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു വണ്ടിയാണ്. ഓക്കെ. ഈ സൈഡും കാര്യങ്ങളൊക്കെ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമലായിട്ട്. അതേപോലെ നമ്മുടെ പ്ലാസ്റ്റിക് പാർട്സുകളൊക്കെ പെയിൻറ്റിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് പോകണമെങ്കിൽ ഇവിടെയും ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇവിടെയും ബമ്പറോടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ബമ്പർ എന്തായാലും നമുക്ക് ചേഞ്ച് ചെയ്യണം.
ഈ വണ്ടിയിൽ നമുക്ക് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന സീറ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോർട്ടി ടൈപ്പ് ആണ്. ഫ്രണ്ട് സ്പോർട്ടി അടിക്കണം. അതേപോലെ ബാക്ക് നമ്മൾ 8 സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിൻസ് തൈ സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. കാരണം മറിക്കുമ്പോൾ പ്രശ്നം കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് ബാക്കിൽ നമ്മൾ നോർമൽ ടൈപ്പും ഫ്രണ്ട് സ്പോർട്ടി ടൈപ്പാണ് നമ്മളിതിൽ അടിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. അതേപോലെ ഗിയർ നോബ് സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പോൾ ഹാൻഡ് റെസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം. അതേപോലെ ഡോപ്പാടും കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്തിട്ട് സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിൻ്റെ വീഡിയോസ് ഞാൻ വേറെ ഇതിൽ നിങ്ങളെ കാണിക്കാം ഫുള്ളായിട്ട്. അപ്പോൾ വണ്ടി ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് വോക്ക് റൗണ്ട് കാണിച്ചു തരാം. നേരത്തെ കണ്ട മാതിരി തന്നെ നല്ല രീതിയിൽ ഫെയ്ഡാണ്. പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ എല്ലാ പാനലുകളും, ഇപ്പോൾ ഡോറായാലും ഫെൻഡറായാലും ക്വാർട്ടർ പാനലായാലും ആർച്ചുകളായാലും എല്ലാ പാനലുകളും ഫെയ്ഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുൾ പെയിൻറ്റിങ് ചെയ്യാവുന്ന കണ്ടീഷൻ തന്നെയാണ് വണ്ടി. ബമ്പറും കാര്യങ്ങളൊക്കെ ഡാമേജ് ഉണ്ട്. ബാക്ക് ബമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കണ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരണതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൂത്തിലെ വണ്ടി ഇതേ ഇവിടെ മാസ്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോഡി നോക്കണമെങ്കിൽ വെൽ ഫിനിഷിങ് ആയിട്ടുണ്ട്. സർഫസും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ വെൽ ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം തീർത്തിട്ടുണ്ട്. ഇപ്പോൾ മാസ്കിങ് കാര്യങ്ങൾ ചെയ്ത് അണ്ടർ കോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന രീതിയിൽ വണ്ടി നിൽക്കുകയാണ്. ഓക്കെ, ഒരു വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് തന്നെയാണ് നമ്മുടെ മാസ്കിങ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലാസുകളും കാര്യങ്ങളും അതേപോലെ തന്നെ ഇന്നർ സൈഡിലേക്ക് പോകാണ്ടിരിക്കാനുള്ള രീതിയിലുള്ള മാസ്കിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ വണ്ടി വൃത്തിയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയും. അപ്പോൾ അത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കേസ് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുന്നേ പെയിൻറ്റിങ് ചെയ്തവർ മാസ്കിങ് ബേഡിയും കാര്യങ്ങളൊക്കെ കഴിക്കാണ്ട് പെയിൻറ്റിങ് ചെയ്തതാണ്. കാരണം ഓൾറെഡി ബേഡിയുമ്പോൾ ചെറിയ പെയിൻറ്റിങ് ഫിഷസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ക്ലീൻ ചെയ്തിട്ട് കയറ്റാൻ നോക്കാം. ബാക്കി ഇവിടെ പ്രോപ്പറായിട്ട് മാസ്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹോണ്ട സിറ്റിയുടെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉരക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹോണ്ട സിറ്റി ഇത് അണ്ടർ അടിച്ചതിന് ശേഷം ജസ്റ്റ് സെറ്റ് നോക്കിയിട്ട് പെയിൻറ്റിങ്ങിന് കയറ്റാവുന്ന രീതിയിൽ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ ശേഷം ഹോണ്ട സിറ്റി പെയിൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ വന്നത്. അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ AGP ബോഡി പാർട്സ് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു വണ്ടി ഇവിടെ പോളിഷിങ് റബ്ബിങ് കാര്യങ്ങളൊക്കെ ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീലും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് പോവുകയാണ് സിൽക്കി ഗോൾഡ്. പിന്നെ അതെ നമ്മുടെ നേരത്തെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞ് നമ്മൾക്ക് നമ്മളുടെ പുതിയ ഗ്യാരേജിലേക്ക് പോകണം. എല്ലാ വെയിലത്ത് വണ്ടി കൊണ്ടിട്ടിട്ട് ഞങ്ങൾ ഡയറക്റ്റ് കയറുമ്പോൾ ഗ്ലാസ് ഇട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എങ്കിലും ഇങ്ങനെ സഞ്ചരിക്കുന്നത് നല്ലതുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ ഈ ഫൈബറും കാര്യങ്ങളൊക്കെ ചൂടായിട്ടുള്ള ആ ഒരു സ്മെല്ല്, ആ ഒരു വാതകം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ അകത്തുണ്ടാവും. അപ്പോൾ അതൊന്ന് വിട്ട് ഒന്ന് ഫ്രഷ് എയർ കയറുന്നത് നല്ലതാണ്. ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ ഗ്യാരേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ നമ്മളിത് നമ്മുടെ പുതിയ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് വണ്ടികൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാരേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ദേ ഇവിടെ ഒരു വണ്ടി ഇതേ സെറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന, അടുത്ത വണ്ടി സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ബാക്കിൽ നമ്മൾ വണ്ടി സെറ്റിങ് കാര്യങ്ങൾ ചെയ്യണേ. ഇവിടെ ഒരു ഡോറ് നമ്മൾ അഴിച്ചിപ്പോൾ ഇന്നറിൽ നമ്മൾ ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ ഒരു അവസ്ഥയാണ്. പിരിഞ്ഞ് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾക്ക് ഇടിച്ചിട്ട് വന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി ഞാനവിടെ വർക്ക് പ്രോഗ്രസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇടിച്ചിട്ട് വന്ന വണ്ടികളുടെ ഡോറും കാര്യങ്ങളൊക്കെ അഴിച്ചു ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ അപ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉള്ളിലേക്ക് പോയേക്കായിരുന്നു, ഇടിച്ച് കുത്തിയേക്കായിരുന്നു. നിങ്ങൾ നേരത്തെ കണ്ടിരിക്കും. നേരത്തെ അല്ല, നിങ്ങൾ കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിത് അടിച്ച് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇവിടെ ടാക്ക് കുറച്ച് വിട്ടിട്ടുണ്ട്. ഒന്ന് ടാക്ക് വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സ്പോട്ട് ചെയ്ത് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോ ബോൾട്ടിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം, വലിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ തന്നെ ഇവിടെ നമുക്ക് ചെയിൻ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിച്ച് ക്ലിയർ ചെയ്ത് ഇനിയിപ്പോൾ ഫൈനലായിട്ടുള്ള ഡെൻറ്റിങ് വർക്കുകളുണ്ട്, തട്ടി ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കണം, അതുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വണ്ടി ഫ്രണ്ട് ബോണറ്റും കാര്യങ്ങളൊക്കെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതപ്പോൾ അത് ഏകദേശം വർക്കും പ്രോഗ്രസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് നമ്മുടെ ഗ്യാരേജിലെ കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാരേജിലെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു. ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കാർ സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ വരുന്നതാണ്. കാർ റീസ്റ്റോറേഷൻ, പെയിൻറ്റിങ്, ബോഡി ഷോപ്പ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ്.
അപ്പോൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.